കണ്ടില്ലേ മഴ പെയ്യുന്നത്. മഴ പെയ്തപ്പം മഴ കാണാൻ എനിക്ക് പണ്ടും ഭയങ്കര ഇഷ്ടമാണ്. മഴ അന്നത്തെ കാലത്ത് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ മഴ പെയ്യുമ്പം മഴയത്തൂടെ ഇറങ്ങി ഓടുക, നടക്കുക. എന്തായാലും ദൈവം സഹായിച്ച് യാതൊരു അസുഖവും പനിയൊന്നും അന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മഴയത്ത്. കുട്ടിക്കാലത്ത് മഴയത്ത് ഓടിക്കളിക്കുവാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇപ്പോഴും അങ്ങനെയാണ്. പിള്ളേരൊക്കെ മഴ കണ്ടാൽ ഉടനെ തന്നെ അവർ മഴയത്ത് ചാടി കളിക്കുക. ആ ഒരു ഇത് നമുക്കെല്ലാം അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് നമുക്കുണ്ടാകും. മഴ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ഞാൻ ഈ മഴയൊക്കെ ഒന്ന് കാണാം, ഒന്ന് രണ്ട് പിക്സൊക്കെ എടുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഞാൻ അവിടെ നമ്മുടെ കപ്പയൊക്കെ ഒന്ന് കാണാം. കപ്പയിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. എന്നാലും വലിയ നഷ്ടമൊന്നും നമുക്ക് വന്നിട്ടില്ല. മഴ ഇങ്ങോട്ട് പെയ്യുന്നതേ ഉള്ളൂ. മഴയുടെ ഒരു ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ കപ്പയൊന്ന് പരുവമാവും. അന്നേരമൊക്കെ പറിച്ച് വിൽക്കാമെന്ന് വിചാരിച്ചിരിക്കുക കപ്പ. അപ്പോൾ കപ്പ അവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ കപ്പയൊക്കെ കാണിക്കാം. അപ്പം ഞാൻ ഈ സമയത്ത് ഞാനിങ്ങനെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നിട്ട് ഞാൻ കപ്പ ഒക്കെ കാണാനായിട്ട് പോയപ്പോൾ അവിടെ കുറേ കപ്പയുടെ അടുത്തായിട്ട് കുറേ വട്ടമരമുണ്ട്, വട്ടയിലയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര അന്നും ഇന്നും എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിങ്സാണ്. അതായത് ഞാൻ ഈ പണ്ട് 3ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ എനിക്ക് അന്ന് ഷിഫ്റ്റാണ്, ഉച്ചയ്ക്കാണ് എനിക്ക് ക്ലാസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അനിയത്തിയുണ്ട്, അവളെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ആശാമ്പള്ളിക്കുളത്തിൽ കൊണ്ടുവിട്ടിട്ട് വേണം എനിക്ക് സ്കൂളിൽ പോകാൻ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കപ്പ നിൽക്കുന്ന കണ്ടല്ലോ, അതിൻ്റെ ഇടയിലൂടെ പറയുക കപ്പ അതിൻ്റെ വേലിയൊക്കെ കെട്ടിയിരിക്കുന്ന കണ്ടല്ലോ, ഫെൻസ് കെട്ടിയിരിക്കുന്ന കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ വെള്ളമൊക്കെ കയറി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കപ്പ നല്ല രീതിയിൽ തന്നെ തഴച്ച് വളരുക. കണ്ടോ കപ്പ വളർന്നു നിൽക്കുന്നത്? നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ രസമാണ്. ഞാൻ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ വെളിയിലോട്ട് പോയത്. അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മഴ പെയ്തു. ഞാൻ മൊത്തത്തിലങ്ങ് നനഞ്ഞു. അപ്പം പഴയകാല ഓർമ്മകൾ ഉണർത്തുക അത്. അപ്പം കണ്ടില്ലേ അതിൻ്റെ സൈഡിലായിട്ട് ഇല നിൽക്കുന്നുണ്ടോ, വട്ടയില. ഈ ഇല കണ്ടപ്പോഴാണ് ഞാൻ പണ്ട് ഉപ്പുമാവിൻ്റെയൊക്കെ കാര്യം ഓർത്തത്. ഉപ്പുമാവ് ചോളപ്പൊടി കിട്ടുന്നവർ ചിലപ്പോൾ ഉപ്പുമാവ് സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവായിരിക്കും, അല്ലെങ്കിൽ ചോളപ്പൊടി ആയിരിക്കും തരുന്നത്. എന്തായാലും ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കുഞ്ഞിനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഞാൻ അങ്ങ് ചെന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഉച്ചയൊക്കെ വിട്ടു. ഉച്ചയ്ക്ക് വിടുക എന്നാണ് പറയുന്നത്. ഉച്ചയൊക്കെ വിട്ടു. പിള്ളേരെല്ലാം ഉപ്പുമാവൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അന്ന് ചോളപ്പൊടിയാണ് ഉള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം ഒത്തിരി ചോളപ്പൊടി അധികം വന്നു. വലിയ ഉരുളിക്കകത്താണ് ചോളം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ ഉരുളിയും വലിയ ചട്ടുകമൊക്കെ വെച്ച് ഇങ്ങനെ ഇളക്കുക. അപ്പോൾ ഉപ്പുമാവ് കൊടുക്കുന്നത് വാസുദേവൻ പിള്ള സാറാണ്. അന്ന് ഉപ്പുമാവ് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുക. അപ്പം ഞാനിങ്ങനെ സ്കൂളിൻ്റെ വരാന്തയിലിരിക്കും. എനിക്കാണെങ്കിൽ വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ലജ്ജ, ഞാൻ എങ്ങനെ സാറിൻ്റെ അടുത്ത് നിന്ന് ഇത് വാങ്ങിക്കും? എനിക്കൊരു എന്തോ അറിയാൻ വയ്യാത്തൊരു നാണക്കേട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇലയും ഇല്ല. അപ്പം ഞാൻ എങ്ങനെ വാങ്ങിക്കും? അപ്പം നമുക്ക് ഉള്ളിലുള്ളതൊന്നും തുറന്ന് പറയാനൊന്നും ചിലപ്പോൾ പറ്റത്തില്ല. അപ്പോൾ സാറിന് മനസ്സിലായി എനിക്കിത് വേണോ. കണ്ടോ വട്ടയില നിൽക്കുന്നുണ്ടല്ലോ, ഈ വട്ടയില എനിക്കിങ്ങനെ ഈ ചോളം എനിക്ക് വേണം. സാറ് എന്നെ നോക്കി തന്നെ ചോദിക്കുക, ആർക്കെങ്കിലും വേണോ എനിക്ക് വാ എന്ന് പറയുക. അപ്പോഴെല്ലാം എന്ത് ചെയ്തു, മറ്റു പിള്ളേരെല്ലാം വീണ്ടും ഒരു പ്രാവശ്യം വാങ്ങിച്ചു, 2 പ്രാവശ്യം വാങ്ങിച്ചു, 3 പ്രാവശ്യം വാങ്ങിച്ചു. കാരണം ആ ഉരുളിയിലിരിക്കുന്ന ഉപ്പുമാവ് തീരണം അതുവരെ പിള്ളേർ വാങ്ങുക. ഈ വട്ടയിൽ എന്നും എന്നെ ഓർമ്മിപ്പിക്കും. എത്രയോ കാലം കഴിഞ്ഞു ഞാൻ ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോഴും അവസാനം തീരുന്നത് വരെയും ഞാനതിൽ നോക്കിയിരുന്നതല്ലാതെ എനിക്ക് പോയി അത് വാങ്ങാനുള്ള ധൈര്യം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവം നമുക്ക് പലർക്കും ഉണ്ടാകുമായിരിക്കും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.